എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ്. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമായ ഈ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ചേർക്കുന്ന മസാലകൾ നമ്മുടെ വീട്ടിലെ നിത്യമുള്ള ചേരുവകളാണ്. ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല കിടുക്കാച്ചി ചിക്കൻ ഫ്രൈ ആണ്. തട്ടുകടകളിൽ നിന്നൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ വാങ്ങുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മുരിവ് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതേ മുരിവിലുള്ള ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കണ്ടൊന്ന് ചേച്ചി സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ അളവിലുള്ളൊരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇതുപോലെയുള്ള ഫ്രൈ ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ പീസുകൾ നല്ലവണ്ണം കഴുകിയതിന് ശേഷം കുറച്ച് വിനാഗിരി വെള്ളത്തിൽ മുക്കി വെക്കുവാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ആവശ്യമായ ഒരു മാരിനേഷൻ ചെയ്തെടുക്കണം. ആദ്യമേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ ഒരു പിടി കറിവേപ്പില ഒന്ന് പൊടിയായി കട്ട് ചെയ്തിട്ട് കൂടി ചേർക്കാം. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും കൂടെ. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ തന്നെ ചതച്ച കുരുമുളകും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ്. ചിക്കൻ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ ചതച്ച പെരിഞ്ജീരകവും നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ. ഇത്രയും കാര്യങ്ങളായാൽ പിന്നെ 2 ടീസ്പൂൺ അളവിൽ ചതച്ച മുളകും. ഇനി ഇതിലേക്ക് ചിക്കന് നല്ല സോഫ്റ്റ് കിട്ടുന്നതിനായിട്ട് 1 ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർക്കുന്നുണ്ട്. നാരങ്ങ നീരിന് പകരമായിട്ട് തൈരോ വിനാഗിരിയോ ചേർക്കാവുന്നതാണ്. ഇത്രയും ചേരുവകൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കോട്ടിങ്ങിനായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വറുത്തരിപ്പൊടി കൂടെ ചേർക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് കുഴച്ചെടുക്കുന്നതിനായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിലെ ഗരം മസാല പൊടിയും. ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് പ്രത്യേക സ്വാദ് കിട്ടുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ അളവിലെ ഉലുവപ്പൊടി കൂടെ ചേർത്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം. മസാലകൾ ചിക്കനിലേക്ക് നല്ല പോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 2 മിനിറ്റ് നേരമെങ്കിലും കൈകൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് മസാലകൾ മുഴുവനും തന്നെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു അരമണിക്കൂർ നേരം മാത്രമാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നത്. അരമണിക്കൂറിന് ശേഷം ചിക്കൻ പീസുകളൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കനിലേക്ക് നല്ലവണ്ണം മസാലയെല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് തലേ ദിവസമേ ചെയ്തു വെക്കാവുന്നതുമാണ്. അങ്ങനെ ചെയ്തു വെക്കുവാണെങ്കിൽ മസാലകൾ വളരെ എളുപ്പത്തിൽ തന്നെ ചിക്കനിലേക്ക് പിടിച്ചു കിട്ടുന്നതുമാണ്. ഇനി ഉടൻ തന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ഇനിയിപ്പോ പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പൊരിച്ചെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ പീസും മുട്ടാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. 2 തവണകൾ കൊണ്ടാണ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതും. ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാനായിട്ടും. ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വന്നപ്പോൾ മറുവശവും തിരിച്ചിട്ട് കൊടുക്കുവാണ്. 2 ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്നും ചിക്കൻ കോരി മാറ്റാം. ചിക്കൻ കോരി മാറ്റി കഴിഞ്ഞാൽ അതിൽ അടിഞ്ഞു വരുന്ന ആ ഒരു മുരിവ് കൂടെ നമുക്ക് എടുത്തു മാറ്റണം. രണ്ടാമതും നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ ഈ ഒരു മസാല എല്ലാം കരിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ചിക്കന് ഒരു കയ്പ് ടേസ്റ്റ് കയറി വരാനും സാധ്യത കൂടുതലാണ്. ഇനി രണ്ടാമതും ഇതേ എണ്ണയിലേക്ക് തന്നെ ഇട്ടുകൊടുത്ത ചിക്കൻ പൊരിച്ചെടുക്കാം. 2 വശവും മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ചിക്കനും ഫ്രൈ ചെയ്ത് മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചിക്കൻ എല്ലാം ഞാനിവിടെ മുരിച്ച് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കൂട്ടുകാരെ, എത്ര ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുമാണ് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ മുരിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന്. ഇനിയിപ്പോൾ തട്ടുകടയിലെ ചിക്കൻ തികച്ചും തേടി ഇനി ഇങ്ങോട്ടും പോവണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇനി എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാം. ഇനിയിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ പാർട്ടികൾക്കും ഇതുപോലുള്ള ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി നമ്മുടെ വീട്ടുകാരെ സൽക്കരിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് കേട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.